ടർക്കിഷും ഇറാനിയൻ കബാബുകളൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ വ്യത്യസ്തമായൊരു കബാബാണ്. ചീസൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത്. കബാബ്ചി ബാംഗ്ലൂരുകാരുടെ സ്വന്തമാണ്. ഇവരുടെ സിഗ്നേച്ചർ ആയിട്ടാണ് സിഹാൻ. ഇത് ഇവർ തന്നെ ഇൻവെൻറ്റ് ചെയ്താണ്. സംഭവം ടേസ്റ്റ് ഉണ്ടെങ്കിലും ഒരു ഇന്ത്യൻ ടേസ്റ്റ് ബഡിന് പറ്റിയ സംഭവമായിട്ട് തോന്നി. ഒരു മിഡിൽ ഈസ്റ്റേൺ സാധനം വേണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ കോൾഡ് മെസ്സേ ഓർഡർ ചെയ്തത്. ഒരു മിഡിൽ ഈസ്റ്റേൺ റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഓർഡർ ചെയ്യുന്ന സാധനം ഇത് പറയും ഇവിടുത്തെ ഫുഡിൻ്റെ ക്വാളിറ്റി എന്നോട്. ഇതിലെ ഈ താമിയ അല്ലെങ്കിൽ ഫലാഫൽ എന്ന് വിളിക്കുന്ന സംഭവം എനിക്ക് ഇത്തിരി ഡ്രൈ ആയി തോന്നിട്ടോ. പക്ഷേ ഹുമ്മുസിൻ്റെ കൂടെ അല്ലെങ്കിൽ മുത്തബലിൻ്റെ കൂടെ ലബനെ ബേസ്ഡ് ആയിട്ടുള്ള ഈ തജ്സിക്കിയോ അങ്ങനെ തോന്നി വിളിക്കുന്ന ഈ ഡിപ്പിൻ്റെ കൂടെയൊക്കെ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫത്തൂഷാണ് അക്കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റൊരു ഐറ്റം. ഇനി ടൊമാറ്റോ കല്ല ബേസിൽ കുക്ക് ചെയ്തെടുക്കുന്ന ഒരു ഗ്രേവിൻ്റെ മുകളിൽ വെച്ച് തരുന്ന കബാബാണ് നമ്മൾ ഈ കാണുന്ന ഇസ്മീർ കോഫ്തെ. ഇത് മട്ടനാണ് ഞാൻ ഓർഡർ ചെയ്തോ. ഇറ്റ് വാസ് ഓൾസോ ഗുഡ്. ഞാൻ ദുബായിൽ പോയപ്പം ടർക്കിഷ് കോഫിയും ടീയും ഒക്കെ കുടിച്ചിട്ടുണ്ട്. ആ വിശ്വാസത്തിലാണ് ഞാനിവിടെ ഈ ഒരു സാധനം ഓർഡർ ചെയ്തത്, ടർക്കിഷ് ചായ്. പക്ഷേ ഇതെൻ്റെ എക്സ്പെക്റ്റേഷൻ ഒക്കെ എതിരായിരുന്നു. ഇതൊരു ഫ്രൂട്ട് ഡ്രിങ്ക് പോലെ എനിക്ക് തോന്നി. റോസ് പെറ്റലിൻ്റെയൊക്കെ ടേസ്റ്റാണ്. ഈ കാണുന്ന എല്ലാ ഫുഡും നല്ലതായിരുന്നു. എങ്കിലും നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന അറബിക് ഫുഡിനോടോ മിഡിൽ ഈസ്റ്റ് കിട്ടുന്ന ഫുഡിനോടോ കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്നാൽ ബാംഗ്ലൂരുകാരന് ഒരു മിഡിൽ ഈസ്റ്റേൺ ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ പറ്റിയൊരു ഓപ്ഷനാണ് കബാബ്ചി എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹാരം.